This news bulletin is sponsored by Gopu Nandla Gmart. നന്ദില ജിമാർട്ട് കേരളത്തിൽ എവിടെയൊക്കെയുണ്ട്? കേരളത്തിലെല്ലായിടത്തും. ഗോപു നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. നമസ്കാരം, മലയാളം ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനം. സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കാൻ പാലക്കാടും കോഴിക്കോടും. അരങ്ങൊഴിയുന്നത് അപ്പീലിൽ റെക്കോർഡിട്ട മേള. ആസ്വാദകരുടെ മനം കവർന്ന് കൊച്ചി മുസ്രീസ് ബിനാലെ. മൂന്നാം പതിപ്പിൽ സന്ദർശകരുടെ എണ്ണത്തിൽ വൻ വർധന. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര തൂത്തുവാരാൻ ഇന്ത്യ. അവസാന ഏകദിനം ഇന്ന് ഉച്ചതിരിഞ്ഞ് കൊൽക്കത്തയിൽ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനം. വടക്കൻ ജില്ലകളുടെ കടുത്ത പോരാട്ടമാണ് ഇത്തവണ മേളയുടെ പ്രത്യേകത. സ്വർണ്ണക്കപ്പിനായി പാലക്കാടും കോഴിക്കോടും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നത്. ആതിഥേയരായ കണ്ണൂരാണ് മൂന്നാമത്. അപ്പീലിൽ റെക്കോർഡിട്ട കണ്ണൂർ മേള വിജിലൻസിന്റെ പ്രത്യേക നിരീക്ഷണത്തിലാണ് നടന്നത്. ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ട്, ചെണ്ടമേളം, ഹയർ സെക്കൻഡറി വിഭാഗം വഞ്ചിപ്പാട്ട്, ദേശഭക്തിഗാനം എന്നീ ഇനങ്ങളിലാണ് ഇന്ന് മത്സരങ്ങൾ. വൈകിട്ട് 4 മണിക്കാണ് സമാപന സമ്മേളനം ആരംഭിക്കുക. അപൂർവ ത്വക്ക് രോഗം ബാധിച്ച ലൈവിത എന്ന 4 വയസ്സുകാരി ചികിത്സ തേടാനാകാതെ ബുദ്ധിമുട്ടുകയാണ്. ശരീരം മുഴുവൻ വിണ്ടുകീറുന്ന അപൂർവ രോഗമാണ് ലൈവിതയ്ക്ക്. കൺപോളകളിൽ ഇല്ലാത്തതിനാൽ കണ്ണടയ്ക്കാനാവില്ല. അന്തരീക്ഷ ഊഷ്മാവ് പോലും പരിധിക്കപ്പുറം താങ്ങാനാവില്ല ഈ കുഞ്ഞു ശരീരത്തിന്. മാസം 20,000 രൂപയാണ് ചികിത്സാ ചെലവ്. പാതിവഴിക്ക് ചികിത്സ നിന്നുപോകുന്നത് കൂടുതൽ അപകടമായതിനാൽ ശരിയായ ചികിത്സ തുടങ്ങാൻ പോലും കുടുംബത്തിന് സാധിച്ചിട്ടില്ല. കാക്കനാട് 3 സെന്റ് സ്ഥലവും വീടും നൽകാനും ഉത്തരവായിരുന്നു. ആ ഭൂമിയുടെ സ്ഥിതി എന്തെന്ന് ലൈവിതയുടെ അച്ഛൻ ലൈബിൻ തന്നെ പറയും. എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പുതിയ കളക്ടറാണ്. പഴയ കളക്ടർമാരെല്ലാവരും ഞാൻ കണ്ടിരുന്നു. അവരെല്ലാവരും പറഞ്ഞത് സ്ഥലം ക്ലിയറായി പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞത്. ആ സ്ഥലത്ത് ഇപ്പോൾ മറ്റൊരാൾ വീട് വെച്ച് നല്ലൊരു നിലയിൽ താമസിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇതുവരെ എനിക്കറിയാൻ പറ്റിയിട്ടില്ല. പലതവണ മുട്ടിയിട്ടും തുറക്കാത്ത വാതിലുകളാണ് ലൈവിതയ്ക്ക് മുന്നിൽ ഉണ്ടായത്. ദുരിതങ്ങളുമായി ഇനി എവിടെ ചെല്ലുമെന്നതാണ് ഇവരുടെ മുന്നിലുള്ള ചോദ്യം. കൊച്ചി മുസ്രീസ് ബിനാലയുടെ 3ാം പതിപ്പ് വൈവിധ്യം കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമാകുന്നു. 31 രാജ്യങ്ങളിൽ നിന്നുള്ള 97 കലാകാരന്മാർ അണിയിച്ചൊരുക്കുന്ന ബിനാലെ മാർച്ച് 29 സമാപിക്കും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കാണികളുടെ എണ്ണത്തിൽ വലിയ വർധനയാണുള്ളത്. ബിനാലെ തുടങ്ങി 1 മാസം പിന്നിടുമ്പോൾ കലയുടെ കാഴ്ചകൾ കാണാനെത്തിയത് 2 ലക്ഷത്തിലധികം ആളുകളാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭാഗത്തു നിന്നുള്ള പൂർണ്ണ പിന്തുണയാണ് ബിനാലെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നതെന്ന് ബിനാലെ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ബോസ് കൃഷ്ണമാചാരി പറഞ്ഞു. കൊച്ചി മുസ്ലിംസ് ബിനാലെയെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ കേരള ഗവൺമെൻറ്റാണ് ഒരു മെയിൻ സപ്പോർട്ടർ. ഈ വർഷത്തെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. സുദർശൻ ഷെട്ടിയാണ് ബിനാലെ ക്യൂറേറ്റർ. ടൂറിസം മേഖലയിൽ ബിനാലെ നൽകുന്ന ഉണർവും ചെറുതല്ല. ഫോർട്ട് കൊച്ചിയിലെ ആസ്പിൻവാൾ ഹൗസാണ് ബിനാലെയുടെ പ്രധാന വേദി. ലോകമെമ്പാടുമുള്ള സാംസ്കാരികവും സാമൂഹികവുമായ പല വിഷയങ്ങളും ബിനാലെയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. റൗൾ സുറീത്തയുടെ സീ ഓഫ് പെയിനും ഭാഗ്യനാഥിൻ്റെ സീക്രട്ട് ഡയലോഗ്സും കലാകൃതി ആർട്ട് ഗാലറിയുടെ ഗോ പ്ലേസസ് എന്ന മിക്സഡ് മീഡിയ ഇൻസ്റ്റലേഷനും കവിത മുഴങ്ങി നിൽക്കുന്ന ഇരുണ്ട ഇടനാഴിയുള്ള പിരമിഡ് പോയട്രി ഇൻസ്റ്റലേഷനുമെല്ലാം കാണികൾക്ക് പുതിയൊരു അനുഭവം നൽകുന്നു. I was looking at the artwork and later I found out that everything has like inscriptions in it, so it's really cool to see beyond the layer that you normally see. മാർച്ച് വരെയുള്ള ഒരു ടൈം പീരീഡിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഏതൊരു കൊച്ചിക്കാരി ആയാലും ഏത് രാജ്യത്തിലെ എവിടെയായാലും കൊച്ചിയിൽ വരികയാണെങ്കിൽ ബിനാലെ എന്തായാലും കാണണം. ആസ്പിൻവാൾ ഹൗസിന് പുറമെ പെപ്പർ ഹൗസ്, കാശി ആർട്ട് കഫേ, കാശി ആർട്ട് ഗാലറി, ഡേവിഡ് ഹാൾ, ദർബാർ ഹാൾ, കാബ്രൽ യാർഡ് എന്നിവയാണ് മറ്റു വേദികൾ. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ ഫോർട്ട് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ച് LP സ്കൂൾ 200ാം വാർഷികം ആഘോഷിക്കുന്നു. നാളെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തോടെ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമാകും. 1817 ക്രിസ്ത്യൻ മിഷണറിയായ ഡൗസനാണ് സ്കൂൾ സ്ഥാപിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷം സ്കൂൾ മലയാളം മീഡിയമാക്കി മാറ്റി. 40 വർഷം മുമ്പ് വരെ 7ാം തരം വരെ സ്കൂളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 4ാം തരം വരെ അധ്യയനം നടത്താനുള്ള സൗകര്യം മാത്രമാണുള്ളത്. സാമ്പത്തിക പ്രതിസന്ധിയിലും സ്കൂളിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ 200ാം വാർഷികമെന്ന ചരിത്ര നേട്ടം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പും ആരംഭിച്ചു. കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റ്സുകൾക്കും www.malayalamBreakingNews.com സന്ദർശിക്കുക. നമസ്കാരം.
വാർത്തകൾ.